ഹരേ കൃഷ്ണ. രാശിചക്രത്തിലെ ഒന്നാമത്തെ രാശിയായ മേടം രാശിക്കാർക്ക് 2026 അവസാനത്തെ 3 മാസങ്ങൾ ഇങ്ങനെ. ഈ 3 മാസങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള 5 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മേടം രാശിയുടെ രാശിയധിപൻ ചൊവ്വയാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ 1-ാം പാദം എന്നീ നക്ഷത്രങ്ങളാണ് മേടം രാശിയിൽ ഉൾപ്പെടുന്നത്. ഈ പ്രവചനം ജന്മരാശി, ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഫലങ്ങളാണ്. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്, ദയവായി കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ പറയുന്നതായിരിക്കും, തീർച്ചയായും കാണുക. ഗ്രഹനില നോക്കാം. 4-ാം ഭാവത്ത് ചൊവ്വ, വ്യാഴവും കൂടെയുണ്ട്. 5-ൽ കേതു, 6-ൽ സൂര്യൻ, 7-ൽ ശുക്രൻ, ബുധൻ, 11-ൽ രാഹു, 12-ൽ ശനിയുമാണ്. 7-ര ശനിയുടെ 1-ാം ഘട്ടം നടക്കുന്നു. ഈ സമയത്ത് ശനി വക്രഗതിയിൽ നിന്നും മാർഗിയിലേക്കും പോകുന്നു. വ്യാഴത്തിൻ്റെ സ്ഥാനപരിവർത്തനം. വ്യാഴം കർക്കിടകം രാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്ക് വീണ്ടും വക്രഗതിയിലായി കർക്കിടകത്തിൽ പോകുന്നു. ഒക്ടോബർ 31-ന് ചിങ്ങം രാശിയിൽ പ്രവേശിക്കും. 1-ാമത്തെ പ്രവചനം. ഒക്ടോബർ 31-ന് വ്യാഴം സ്ഥാനപരിവർത്തനം ചെയ്യുന്നു, 4-ൽ നിന്നും 5-ലേട്ട്. അതുപോലെ തന്നെ ചൊവ്വയും 4-ാം ഭാവത്തിൽ നിന്നും 5-ാം ഭാവത്തിലേക്ക് നവംബർ 12-ന് രാശി പരിവർത്തനം ചെയ്യുകയാണ്. ചൊവ്വ ഏകദേശം 45 മുതൽ 50 ദിവസം വരെയാണ് ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുക. അപ്പോൾ ഈ സമയം കുട്ടികൾക്ക് വളരെ വളരെ അനുകൂലമായിട്ടുള്ള സമയം. നിങ്ങൾക്ക് പുതിയ അഡ്മിഷൻ എടുക്കാനോ എക്സാമോ അങ്ങനെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം ചെയ്യുക. നല്ല രീതിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസാണ് നിങ്ങൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് കിട്ടാൻ പോകുക. അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ പോകുന്ന ഒരു സമയം. നിങ്ങൾക്ക് ഏത് വിധത്തിലുള്ള പഠനത്തിനാണോ അഡ്മിഷൻ വേണ്ടത്, അത് നിങ്ങൾക്ക് ഇത്ര നാളും മുടങ്ങിക്കിടക്കുകയായിരുന്നെങ്കിൽ അതിനുള്ള സാധ്യതയാണ് ഈ സമയം കാണുന്നത്. 5-ാം ഭാവത്തു നിന്നും വ്യാഴത്തിൻ്റെ ദൃഷ്ടി 9, 11, 12-ൽ വരുന്നു. നിങ്ങൾ സന്താനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണോ എങ്കിൽ ഇതാ ഈ സമയം സന്താനയോഗത്തിനുള്ള സൗഭാഗ്യം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. 2-ാമത്തെ കാര്യം, നിങ്ങൾക്ക് പെൻഡിങ് ആയിട്ട് കിടന്ന കുറച്ച് കാര്യങ്ങൾ ഇതാ ഈ സമയം നടക്കാൻ പോകുന്നു. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾക്ക് ശുഭകാര്യം, മംഗളകാര്യം എല്ലാം നടക്കുന്ന സമയമാണ്. നിങ്ങളുടെ മുതിർന്ന സിസ്റ്റേഴ്സിൽ നിന്നും ബ്രദേഴ്സിൽ നിന്നും സപ്പോർട്ട് കിട്ടുന്ന സമയം. ലവ് റിലേഷൻ ഇല്ലാത്തവർക്ക് ഇതാ ഈ സമയം നിങ്ങൾക്ക് അത് ഉണ്ടാകുന്നതിനുള്ള ഒരു ഭാഗ്യം കൂടിയാണ്. ബ്രേക്കപ്പ് ആയിരുന്നവർക്ക് വീണ്ടും അത് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം തന്നെ വരും. 12 നവംബറിന് ശേഷം നിങ്ങൾക്ക് ലോങ് ട്രാവൽ, അതുപോലെ തന്നെ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയുള്ള സാഹചര്യം ഈ 3 മാസത്തിനകം നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായും നടക്കുന്നതായിരിക്കും. ഈ 3 മാസത്തിനകം മുടങ്ങിക്കിടന്ന കുറേ കാലങ്ങൾ കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം സഫലമാകുന്ന സമയമാണ്. 3-ാമത്തെ കാര്യം, ശനി വക്രിയവസ്ഥയിലാണ് ഇപ്പോൾ. 7-ര ശനിയുടെ സമയം കൂടി നടക്കുന്നു. അപ്പോൾ 11 ഡിസംബറിന് മാർഗിയിലേക്ക് പോകുന്ന സമയം. നിങ്ങൾ പറയുക, 2025 മാർച്ചിന് ശേഷം നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടിയോ, അതുപോലെ തന്നെ നിങ്ങളുടെ വർക്ക് ലോഡ് കൂടിയോ, നിങ്ങളുടെ ജോലി ചേഞ്ച് ചെയ്തോ, നിങ്ങളുടെ സ്ഥാനം ചേഞ്ച് ചെയ്തോ, ട്രാൻസ്ഫറായോ എങ്കിൽ ആയില്ലെങ്കിൽ ഇതാ ഈ 3 മാസത്തിനകം ഈ കാര്യങ്ങൾ എല്ലാം നടക്കുന്നതിനുള്ള സാധ്യതയാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് MNC കമ്പനിയിൽ ജോലി, ടെക്നിക്കൽ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഫീൽഡിലൊക്കെ ജോലി കിട്ടുന്നതിനുള്ള സാധ്യത വളരെ ഏറെയാണ്. ഒക്ടോബർ മാസത്തിൽ ജോലിയിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതിനും പുതിയ ചുമതലകൾ ലഭിക്കുന്നതിനുമുള്ള സാധ്യത. ജോലി അന്വേഷിക്കുന്ന മേടം രാശിക്കാർക്ക് തീർച്ചയായും പുതിയ അവസരങ്ങൾ വന്നു ചേരും. നവംബർ, ഡിസംബർ മാസങ്ങളിൽ ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതിനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. എന്നാൽ ശനി 12-ാം ഭാവത്തിൽ ആയതിനാൽ ജോലി സംബന്ധമായ സ്ഥലമാറ്റം, വിദേശ അവസരം, ദൂരസ്ഥലത്ത് ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങൾ തീർച്ചയായും വരുന്ന സാധ്യതയാണ് കാണുന്നത്. വ്യാഴം 5-ൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, കൗൺസിലിംഗ്, അതുപോലെ തന്നെ ടീച്ചിങ് ലെവലിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. 4-ാമത്തെ പ്രവചനം,
ഏഴര ശനിയുടെ 1-ാം ഘട്ടം നടക്കുന്നു. അപ്പോൾ ഈ സമയം ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ കാലിൽ നിങ്ങളുടെ ജോയിൻസിനൊക്കെ വേദനകളൊക്കെ വരുന്നതിനുള്ള സാധ്യത, കൂടാതെ തൊണ്ടവേദന, ഡെൻ്റൽ ഇഷ്യൂസൊക്കെ വരുന്നതിനുള്ള സാധ്യതയാണ്. പക്ഷേ എന്തെല്ലാം വന്നാലും അത് റിക്കവറി ചെയ്യുന്നതിനുള്ള ഒരു സമയം കൂടിയാണ്. ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നിങ്ങളുടെ സംസാരം നിങ്ങൾ കൺട്രോൾ ചെയ്യുക, കോപം കൺട്രോൾ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. ശനിയുടെ ദൃഷ്ടി 2-ാം ഭാവത്ത് വരുന്നു. അപ്പോൾ സംസാരം കൊണ്ട് പ്രശ്നങ്ങൾ വരുന്ന സാധ്യത വളരെ കൂടുതലാണ്. ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 5-ാമത്തെ പ്രവചനം: രാഹു 11-ാം ഭാവത്തിലാണ്. ഡിസംബർ വരെ 11-ാം ഭാവത്തിൽ തന്നെയായിരിക്കും. അതുപോലെ തന്നെ കേതു 5-ാം ഭാവത്തുമാണ്. അപ്പോൾ കേതുവിൻ്റെ സ്ഥാന പരിവർത്തനത്തിന് മുമ്പായി, അതായത് ഡിസംബറിന് മുമ്പായി, നിങ്ങൾക്ക് നിങ്ങളുടെ സഡനായിട്ടുള്ള ഒരു ഇൻകം നിങ്ങൾക്ക് കിട്ടുന്നതിനും നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ നിന്നും കരിയറിൽ നിന്നും ലാഭം കിട്ടുന്നതിനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഡിസംബറിന് മുമ്പായി നിങ്ങൾക്ക് തീർച്ചയായും കിട്ടിയിരിക്കും. അതുപോലെ തന്നെ കേതു 5-ാം ഭാവത്ത് നിൽക്കുമ്പോഴേക്കും നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ ബ്രേക്കപ്പ് ആയിരുന്നെങ്കിൽ അത് നല്ല രീതിയിൽ വീണ്ടും അതിന് ഒരു നല്ല ബന്ധത്തിലേക്ക് പോകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ അഡ്മിഷന് കുറേ നാൾ കൊണ്ട് മുടങ്ങിക്കിടുന്ന ഏതെങ്കിലും വിധത്തിലുള്ള അഡ്മിഷൻ കുട്ടികൾക്ക് അത് നടക്കുന്നതിനും, അതുപോലെ തന്നെ നിങ്ങളുടെ ഫൈനാൻഷ്യലിൽ നല്ല ഒരു പ്രോഫിറ്റ് ഉണ്ടാകുന്നതിനും, നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു ചേഞ്ചസ് ഉണ്ടാകുന്നതിനുമുള്ള സാധ്യത ഡിസംബറിന് മുമ്പായി തന്നെ നടക്കും. കൂടാതെ നവംബർ 16-ന് സൂര്യൻ്റെ സ്ഥാനപരിവർത്തനം. ഈ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ സംസാരം കൺട്രോൾ ചെയ്യുക, കോപം കൺട്രോൾ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ മാരീഡ് ലൈഫിനും അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്കും ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വിദേശത്ത് പഠിക്കണമെന്ന് വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഏഴര ശനിയുടെ ഈ സമയത്ത് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നിങ്ങൾ ഡിസിപ്ലിൻ ആയിട്ടിരിക്കുക, അതുപോലെ തന്നെ സത്യസന്ധത നിങ്ങളിൽ പാലിക്കേണ്ടതാണ്. മുതിർന്നവരെ സേവിക്കുക. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ മറ്റുള്ളവർക്ക് പക്ഷിമൃഗാദികളെ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതും വളരെ അനുകൂലമായിട്ടുള്ള റിസൾട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ഈ സമയം ശനി 12-ാം ഭാവത്ത് നിൽക്കുമ്പോഴാണ് ഏഴര ശനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 12-ാം ഭാവം എന്ന് പറയുന്നത് ദൂരയാത്രകൾക്കും വിദേശം ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും വിദേശ യാത്രയ്ക്കും വളരെ പ്രാധാന്യം നൽകുന്നു. വിദേശത്ത് ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമങ്ങൾ തുടരേണ്ടതാണ്. ആദ്യ ശ്രമത്തിൽ കാര്യങ്ങൾ നടക്കാത്ത പക്ഷം നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ വിദേശ ബന്ധ കാര്യങ്ങളിൽ പതുക്കെ പുരോഗതി ഉണ്ടാകുന്ന സമയം. കേതു 5-ാം ഭാവത്ത് നിൽക്കുമ്പോഴേക്കും മേടം രാശിക്കാർക്ക് ആത്മീയ കാര്യങ്ങളോടും ധ്യാനത്തിനോടും ജ്യോതിഷം പോലുള്ള വിഷയങ്ങളോടും കൂടുതൽ താല്പര്യമുണ്ടാകുന്നതിനുള്ള സാധ്യത. ഏഴര ശനിയുടെ ഈ സമയത്തെ അനാവശ്യമായ ഭയം, അതുപോലെ തന്നെ ഓവർ തിങ്കിങ്, ഉറക്കക്കുറവ്, ചിലവ് കൂടുക, കാര്യങ്ങൾ വൈകുക തുടങ്ങിയ അനുഭവങ്ങൾ ചിലർക്ക് ഉണ്ടാകാനുള്ള സാധ്യത. എന്നാൽ ഏഴര ശനി എന്നത് മോശം സംഭവിക്കുന്ന സമയം അല്ല. ഈ കാലഘട്ടം ജീവിതത്തെ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ കാണാനും തെറ്റായ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാനും ഭാവിക്കായി ശക്തമായ അടിത്തറ ഒരുക്കുവാനും, അതുപോലെ തന്നെ നിങ്ങളുടെ ശത്രുവാരെ, മിത്രമാരെ എന്നിവ കാട്ടിത്തരുന്നതിനും സഹായിക്കുന്ന സമയമാണ്. അങ്ങനെ ഒക്ടോബർ 2026 മുതൽ ഡിസംബർ വരെ നിങ്ങളുടെ ജീവിതത്തിൽ ജോലി, സാമ്പത്തികം, വിവാഹം, വീട്, വിദേശം എന്നീ മേഖലകളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന 3 മാസങ്ങളാണ്. ചില കാര്യങ്ങളിൽ കാലതാമസം ഉണ്ടായാലും ക്ഷമയോടെ മുന്നോട്ട് പോകുക. നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ: ശനിയുടെ ബീജമന്ത്രം. ഏഴര ശനിയുടെ സമയമാണ്. ശനിയുടെ ബീജമന്ത്രം തീർച്ചയായും ജപിക്കേണ്ടതാണ്. ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഓം പ്രാം പ്രീം പ്രോസഹ ശനീശ്വരായ നമഃ ഒരു 108 തവണ ഡെയിലി നിങ്ങൾ ജപിക്കുക. ഹനുമാൻ ചാലീസ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ഡെയിലി ചെയ്യാൻ പറ്റാത്തവർ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും 2 ദിവസമെങ്കിലും ചെയ്യുക. സൂര്യദേവന് ജല അർപ്പണം ചെയ്യുക. ഉദിച്ചു വരുന്ന സമയത്തോ 1 മണിക്കൂർ അകമോ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്.
കൂടാതെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക. നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി അരമണിക്കൂറിലും അവർക്ക് വേണ്ടി ചിലവഴിക്കുക. മനസ്സാ വാച കർമ്മണ അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക. വീട്ടിൽ കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് ഇത്. കൂടാതെ പക്ഷിമൃഗാദികളെ സ്നേഹിക്കുക, സഹായിക്കുക. നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. നാമജപം കലിയുഗത്തിൽ നാമജപത്തിന് ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാര്യം തീർച്ചയായും ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നാമം നിങ്ങളുടെ നാവിൽ ഏത് സമയം നിങ്ങൾക്ക് ഉച്ചരിക്കേണ്ടതാണ്. അതിന് വലിയ ഒരു പ്രധാനപ്പെട്ട സ്ഥാനമാണ് കലിയുഗത്തിലുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹരികൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. जय राधे कृष्ण, जय श्री राधे कृष्ण। प्रेम की बंसी बजती जाए, जीवन राधे कृष्ण हो जाए। जिसने वेश को त्याग दिया, हर प्राणी में प्रेम लिया, करुणा की जो राह चले, वो ही कृष्ण की बात कहे। प्रेम ही मेरा धर्म है, क्षमा ही